പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ നിത്യജീവിതത്തിൽ പലവട്ടം പറയേണ്ടി വരുന്ന മലയാളം വാചകങ്ങളെ ഇംഗ്ലീഷിലേക്ക് മാറ്റി നോക്കിയാണ് ഈ വീഡിയോയിൽ. സെൻറ്റൻസുകൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ ഏതെങ്കിലും സാഹചര്യത്തിൽ പ്രയോജനപ്പെടും. ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്താൽ എനിക്ക് പ്രോത്സാഹനമാകും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നേരെ വീഡിയോയിലേക്ക് പോകാം. ഒന്ന്, നിങ്ങൾ ഇവിടെയാണോ താമസിക്കുന്നത്? ഇംഗ്ലീഷിൽ ഡു യു ലിവ് ഹിയർ? എത്ര നാളായി ഇവിടെ താമസം തുടങ്ങിയിട്ട്? ഹൗ ലോങ് ഹാവ് യു ബീൻ ലിവിങ് ഹിയർ? ഞങ്ങൾ 6 മാസത്തോളമായി ഇവിടെയാണ് താമസിക്കുന്നത്. വി ഹാവ് ബീൻ ലിവിങ് ഹിയർ ഫോർ അബൌട്ട് 6 months. 2, എനിക്ക് ഇന്നലെ കഴിക്കാൻ കഴിഞ്ഞില്ല. ഐ കുഡിൻറ്റ് ഈറ്റ് യെസ്റ്റർഡേ. സാഹചര്യത്തിനനുസരിച്ച് വെർബ് മാറ്റിയാൽ അർത്ഥം വേറെയാവും. ഈറ്റിന് പകരം സ്റ്റഡി ചേർത്താൽ ഐ കുഡിൻറ്റ് സ്റ്റഡി യെസ്റ്റർഡേ. എനിക്ക് ഇന്നലെ പഠിക്കാൻ കഴിഞ്ഞില്ല. ഐ കുഡിൻറ്റ് ടോക്ക് യെസ്റ്റർഡേ. എനിക്ക് ഇന്നലെ സംസാരിക്കാൻ പറ്റിയില്ല. സെൻറ്റൻസിലെ ബാക്കി വാക്കുകൾ നിലനിർത്തി പല രൂപത്തിലുള്ള സെൻറ്റൻസുകൾ ആക്കാം. 3, അവനൊരു നല്ല ജോലി കിട്ടി. ഹീ ഗോട്ട് എ ഗുഡ് ജോബ്. അവൾക്കാണെങ്കിൽ ഷീ ചേർക്കുക, പേരാണെങ്കിൽ അത് ചേർക്കുക. 4, കടുത്ത ചൂടുകാലമാണ്, താപമാനം കൂടിയാണ്, ധാരാളം വെള്ളം കുടിക്കുക, കഴിവതും ഉച്ചയ്ക്കുള്ള യാത്രകൾ ഒഴിവാക്കുക. ഇറ്റ്സ് എ വെരി ഹോട്ട് സീസൺ, ദ ടെമ്പറേച്ചർ ഈസ് റൈസിങ്, ഡ്രിങ്ക് പ്ലെൻറ്റി ഓഫ് വാട്ടർ, അവോയ്ഡ് മിഡ് ഡേ ട്രാവൽ ആസ് മച്ച് ആസ് പോസിബിൾ. 5, ഈ അവധിക്കാലത്ത് ഞങ്ങൾ പിക്നിക് പോകാൻ പ്ലാൻ ചെയ്യുകയാണ്. വി ആർ പ്ലാനിങ് ടു ഗോ ഓൺ എ പിക്നിക് ദിസ് ഹോളിഡേ. ഞാൻ വളരെ നേരം നിന്നെ കാത്തു നിന്നിരുന്നു. ഫോൺ എടുക്കാൻ മറന്ന കാരണം നിന്നെ കോൺടാക്ട് ചെയ്യാൻ സാധിച്ചില്ല. I have been waiting for you for a long time. Couldn't contact you because I forgot to take the phone. 7, ആ സിനിമയ്ക്ക് ഞാൻ ഫാമിലിയെ കൊണ്ടുപോയില്ല. അത് മുഴുവനും ഹൊററായിരുന്നു. അത്തരം സിനിമകൾ കുട്ടികളെ കാണിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. I didn't take my family to that movie. It was full of horror. I don't like to show such films to children. 8, അമ്മ പ്രതീക്ഷിക്കുന്ന പോലെ ഞാൻ പഠിച്ച് നല്ല ജോലി നേടാൻ ശ്രമിക്കും. ആസ് മൈ മദേഴ്സ് എക്സ്പെക്ടേഷൻ ഐ വിൽ സ്റ്റഡി ആൻഡ് ട്രൈ ടു ഗെറ്റ് എ ഗുഡ് ജോബ്. ആശയവിനിമയത്തിന് നല്ല സെൻറ്റൻസുകൾ ആണ് വേണ്ടത്. പലരും പല സാഹചര്യങ്ങളിലും ജീവിക്കുന്ന നേരിട്ടുള്ള അനുഭവങ്ങൾ, കാര്യങ്ങൾ ഇംഗ്ലീഷിലാക്കി മാറ്റാൻ പരിശ്രമിച്ചാൽ നമുക്ക് വളരെ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. അതേപോലെ വൊക്കാബുലറി ഡെവലപ്മെൻ്റ് ആവും. ഈ ചാനലിൽ സെൻറ്റൻസുകളുടെ നിരവധി വീഡിയോ കിടപ്പുണ്ട്. വീഡിയോ ചുരുക്കിയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.